ലോകത്തെ വീണ്ടും നടക്കുന്ന ആണവാക്രമണ മുന്നറിയിപ്പുമായി റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് രംഗത്ത്. റഷ്യൻ എണ്ണ ശുദ്ധീകരണശാലയ്ക്ക് നേരെയുണ്ടായ യുക്രൈൻ ആക്രമണത്തെ തുടർന്ന് കനത്ത തിരിച്ചടി നേരിട്ട പശ്ചാത്തലത്തിലാണ് റഷ്യ ഇത്തരത്തിലൊരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യയുടെ ആവശ്യങ്ങൾക്ക് മുന്നിൽ വഴങ്ങിയില്ലെങ്കിൽ വിനാശകരമായ ആണവ യുദ്ധമുണ്ടാകുമെന്നാണ് ക്രെംലിന്റെ ഭീഷണി. മോസ്കോയിലെ പ്രധാന എണ്ണ ശുദ്ധീകരണശാലയ്ക്ക് നേരെയുണ്ടായ ഡ്രോൺ ആക്രമണം റഷ്യയ്ക്ക് വലിയ നാണക്കേടുണ്ടാക്കിയതിന് പിന്നാലെയാണ് ഈ പ്രസ്താവന. പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് റഷ്യ നേരിടുന്നത് അഭൂതപൂർവമായ സുരക്ഷാ ഭീഷണിയാണെന്നാണ് ലാവ്റോവ് ആരോപിച്ചത്. നിലവിലെ സംഘർഷാവസ്ഥ നിയന്ത്രണാതീതമായി മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് വഴിമാറാൻ സാധ്യതയുണ്ടെന്നാണ് റഷ്യയുടെ വിലയിരുത്തൽ. നാറ്റോ സഖ്യവും റഷ്യയും തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടൽ കാര്യങ്ങളെ ദ്രുതഗതിയിൽ ആണവാക്രമണത്തിലേക്ക് നയിക്കുമെന്നും അത് ഭൂമുഖത്ത് സമാനതകളില്ലാത്ത വിനാശകരമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്നും റഷ്യൻ വിദേശകാര്യമന്ത്രി പറഞ്ഞു. റഷ്യയുടെ അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിലേക്ക് കടന്നുകയറാനാണ് ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ ശ്രമിക്കുന്നതെന്ന് ലാവ്റോവ് കുറ്റപ്പെടുത്തി. ഉക്രൈനെയും മാൽഡോവയെയും തങ്ങളുടെ ഭാഗമാക്കാനും അർമേനിയ സ്വാധീന വലയത്തിലാക്കാനും പാശ്ചാത്യ ശക്തികൾ വിപുലീകരണ മോഹമുണ്ടെന്നും റഷ്യയുടെ ആക്ഷേപമുണ്ട്. ഫിൻലൻഡിനെയും സ്വീഡനെയും ഉൾപ്പെടുത്തി നാറ്റോ ഇതിനകം തന്നെ കിഴക്കോട്ട് വ്യാപിപ്പിച്ചു കഴിഞ്ഞുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. റഷ്യക്കെതിരായ ഭാവി യൂറോപ്യൻ സൈനിക ശക്തിയുടെ പ്രഹരമുനയായി യുക്രൈനെ മാറ്റാനാണ് അവർ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. സുരക്ഷാ കാര്യങ്ങളിൽ റഷ്യ ചർച്ചകൾക്ക് തയ്യാറാണെങ്കിലും അത് വ്ളാഡിമിർ പുടിന്റെ നിബന്ധനകൾക്ക് വിധേയമായിരിക്കുമെന്നും ലാവ്റോവ് പറഞ്ഞു. റഷ്യയുടെ പടിഞ്ഞാറൻ അതിർത്തികളുടെ സുരക്ഷ ഉറപ്പാക്കുന്ന തരത്തിലുള്ള ചർച്ചകളാണ് വേണ്ടത്, അല്ലാതെ പാശ്ചാത്യ രാജ്യങ്ങളുടെ അന്ത്യശാസനങ്ങൾക്ക് വഴങ്ങിയല്ലെന്നും അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു. നഗരത്തെ കറുത്ത പുകയിൽ മുഖ്യ മോസ്കോ എണ്ണ ശുദ്ധീകരണശാലയിലെ നാശനഷ്ടങ്ങൾക്ക് കടുത്ത പ്രതികാരം ചെയ്യുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ഉക്രൈന്റെ ഭാഗത്തു നിന്നുണ്ടായ ഭീകരാക്രമണത്തിന് മറുപടിയായി അവരുടെ യുദ്ധസന്നദ്ധതയെ ബാധിക്കുന്ന തന്ത്രപ്രധാനമായ ലക്ഷ്യങ്ങൾക്ക് നേരെ ഇനി മുതൽ പതിവായി വൻതോതിലുള്ള കൂട്ടാക്രമണങ്ങൾ നടത്താൻ റഷ്യൻ സൈന്യത്തിന് വ്ളാഡിമിർ പുടിൻ നേരിട്ട് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. യുദ്ധമുഖത്ത് റഷ്യയ്ക്ക് കാര്യമായ ഭൂപ്രദേശങ്ങൾ നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലാണ് ആക്രമണം കടുപ്പിക്കാൻ ക്രെംലിൻ തിടുക്കം കൂട്ടുന്നത്. ഇതിനിടെ റഷ്യൻ അനുകൂലികളായ തീവ്ര ദേശീയവാദികൾ പാശ്ചാത്യ രാജ്യങ്ങൾക്ക് നേരെ ആണവായുധം പ്രയോഗിക്കാൻ പുടിനോട് പരസ്യമായി ആവശ്യപ്പെടുന്നുണ്ട്. റഷ്യയുടെ പ്രമുഖ ചിന്തകനും പ്രൊഫസർ ഡൂംസ്ഡേ എന്നറിയപ്പെടുന്നയാളുമായ സെർജി കാരഗനോവ് പാശ്ചാത്യ രാജ്യങ്ങൾക്ക് നേരെ ആണവാക്രമണം നടത്തണമെന്ന് ശക്തമായി വാദിച്ചു. പാശ്ചാത്യ രാജ്യങ്ങൾ അടിച്ചേൽപ്പിച്ച ഈ യുദ്ധം അവസാനിപ്പിക്കാനും ആണവായുധങ്ങളെക്കുറിച്ചുള്ള ഭയം ലോകത്ത് പുനഃസ്ഥാപിക്കാനും ആണവാക്രമണം അനിവാര്യമാണെന്നാണ് ഇയാളുടെ പക്ഷം. റഷ്യ ഇതിനകം തന്നെ ഒരു ആഗോള യുദ്ധത്തിന്റെ നിഴലിലാണെന്നും അദ്ദേഹം അവകാശപ്പെടുന്നു. റഷ്യയുടെ വൻകിട വ്യവസായിയായ കോൺസ്റ്റാന്റിൻ മലോഫും ജനറൽ ആൻഡ്രി ഗുലോവും എംപിയും യുക്രൈനെതിരെയും പാശ്ചാത്യ രാജ്യങ്ങൾക്കെതിരെയും പരമാവധി ശക്തി ഉപയോഗിച്ച് തിരിച്ചടിക്കാൻ ആവശ്യപ്പെട്ടു. നമ്മുടെ പൂർവികർ സംഭരിച്ചു വെച്ച ആണവായുധങ്ങൾ ഇത്തരം സന്ദർഭങ്ങളിൽ ഉപയോഗിക്കാനല്ലെങ്കിൽ പിന്നെ എന്തിനാണെന്നാണ് അദ്ദേഹം ചോദിച്ചത്. ഉക്രൈൻ കമാൻഡ് പോസ്റ്റുകളും വ്യവസായങ്ങളും തകർത്ത നഗരങ്ങൾ പിടിച്ചെടുക്കണമെന്നാണ് ജനറൽ ഗുലോവിന്റെ ആവശ്യം. വ്യാഴാഴ്ച മോസ്കോ ലക്ഷ്യമാക്കി ഉക്രൈൻ നടത്തിയ വൻ ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് റഷ്യൻ തലസ്ഥാനം കറുത്ത വിഷപ്പുകയിൽ മങ്ങിയിരിക്കുന്നു. ഒരാഴ്ചക്കിടെ ഇത് രണ്ടാം തവണയാണ് മോസ്കോയിലെ എണ്ണ ശുദ്ധീകരണശാലയ്ക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നത്. മോസ്കോയിൽ സമീപകാലത്തുണ്ടായ ഏറ്റവും വലിയ ഡ്രോൺ ആക്രമണമാണിത്. എണ്ണ ഡിപ്പോയിൽ ഡ്രോൺ പതിക്കുന്നതും കൂറ്റൻ തീഗോളം ഉയർന്നതുമായ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ആക്രമണത്തെ തുടർന്ന് നഗരത്തിൽ കറുത്ത മഴ പെയ്തതായി നാട്ടുകാർ പരാതിപ്പെട്ടെങ്കിലും അധികൃതർ ഇത് നിഷേധിച്ചു. അതേസമയം ഉക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് മധ്യസ്ഥത വഹിക്കാമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു. ഉക്രൈനിൽ നിലനിൽക്കുന്ന സമാധാന അന്തരീക്ഷം തകർക്കുന്ന തരത്തിലുള്ള സംഘർഷങ്ങൾ അവസാനിപ്പിക്കുന്നത് ഏറ്റവും പ്രധാനമാണെന്നും അതിനായി സഹായിക്കാൻ താൻ പൂർണ്ണമായി സന്നദ്ധമാണെന്നും ട്രംപ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനോട് വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.